അമേരിക്കയിൽ പുതുവർഷ രാത്രിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന് നീക്കം നടത്തിയതായി കണ്ടെത്തൽ. തകർത്തത് FBI-യുടെ അടിയന്തര ഇടപെടലാണ്. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. I'm here to announce, in partnership with the Mint Hill Police Department and the FBI, that we have foiled a terrorist attack that was planned to take place on New Year's Eve in Mint Hill, North Carolina. The defendant here is an 18-year-old named Christian Sturdivant. He has been planning this attack for about a year, but he's been planning an attack for far longer than that. He was planning this attack in support of ISIS, and we have charged him with attempting to provide material support to a foreign terrorist organization. He started reading ISIS material, started going to ISIS websites, making TikTok videos, and eventually reached out to what he thought was a member of ISIS. In reality, was an undercover agent with NYPD in New York. അജയ് സുധാബിച്ചു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, ഈ പുതുവത്സരത്തിൽ അത്തരത്തിലൊരു ആക്രമണം ഐസിസിന്റെ ഭാഗത്തുണ്ടാകാൻ ശ്രമം നടത്തിയെന്ന് പറയുന്നു FBI. അപ്പോൾ എങ്ങനെയാണ് അത് തകർത്തത്? എന്തെങ്കിലും വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? എൽദോ, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് വെളിപ്പെടുന്നത്. അതായത് US-ലെ ഒരു കൗമാരക്കാരൻ, അയാൾ തൻ്റെ 18 വയസ്സ് മാത്രമുള്ള ഒരു കൗമാരക്കാരനായിട്ടുള്ള ക്രിസ്ത്യൻ സ്റ്റഡ്വണ്ട് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ ISIS-മായി ബന്ധം പുലർത്തി ഒരു ആക്രമണം നടത്താനായി പദ്ധതി ഇട്ടിരുന്നത്. ഇയാൾ കുറച്ച് വർഷങ്ങളായി FBI-യുടെ നിരീക്ഷണത്തിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2022 മുതൽ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ISIS-മായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇയാൾ കാണാറുണ്ടായിരുന്നു. ഓൺലൈൻ വഴി അവരുമായി ബന്ധം പുലർത്തിയിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇയാൾ നിരന്തരം ഈ ഒരു അതിലേക്ക് പ്രേരണ ഇയാൾക്ക് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇയാൾ കഴിഞ്ഞ ഒരു വർഷം മുൻപ് ന്യൂ ഇയറിന് ഒരു ആക്രമണം നടത്താനായി പദ്ധതി ഇടുകയായിരുന്നു. ഇയാൾ ഓൺലൈൻ വഴി തന്നെ ISIS-ൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അംഗവുമായി ബന്ധം പുലർത്തിയിരുന്നതായിട്ടും FBI വെളിപ്പെടുത്തുന്നുണ്ട്. ഇയാളുമായിട്ട് ബന്ധം പുലർത്തി ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ന്യൂ ഇയർ നടക്കുന്ന വേളയിൽ ഒരു ആക്രമണം നടത്താനായി പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ വ്യാപകമായിട്ടുള്ള ഒരു വെടിവയ്പ്പോ അല്ലെങ്കിൽ സ്ഫോടനമോ അത്തരം കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. കറുത്ത മാസ്കും അതുപോലെ തന്നെ കറുത്ത വസ്ത്രവും ധരിച്ചുകൊണ്ട് കയ്യിൽ കത്തിയും പിന്നെ ഒരു ചുറ്റികയും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തുടർച്ചയായി കുത്തിയും അതുപോലെ തന്നെ അടിച്ചും കൊല്ലാനായിരുന്നു പദ്ധതി. അതിനുശേഷം പോലീസിൽ പിടികൊടുത്ത് സ്വയം മരിക്കുക, ഇതായിരുന്നു ഇയാളുടെ പദ്ധതി എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു ISIS-ന്റെ പ്രതിനിധി ഇയാൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ സിഡ്നിയിൽ ഒരു ആക്രമണം നടന്നിരുന്നു. 2 പേർ ആളുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. ഇതുപോലെ ഒരു ആഘോഷ പരിപാടി നടക്കുന്നതിനിടെ പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഇറങ്ങി വരിക, അതിനുശേഷം അവരെ കൂട്ടത്തോടെ കൊല്ലുക, ഇത് തന്നെയായിരുന്നു നിലവിൽ US-ൽ പദ്ധതിയിട്ടിരുന്നതും. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും FBI തകർക്കുകയായിരുന്നു. കൃത്യമായിട്ടുള്ള സുരക്ഷാ വിലയിരുത്തൽ, കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് അവർക്ക് ഇത് തകർക്കാനായതും. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ് FBI-ക്ക് വേണ്ടി ഇക്കാര്യം മാധ്യമങ്ങളോട് അവതരിപ്പിച്ചത്. എന്തായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ ഈ ശ്രമം തകർത്തു. നിലവിൽ ഈ 18-കാരനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇയാളെ ചോദ്യം ചെയ്യുന്നത് വഴി ഇനി മറ്റ് കാര്യങ്ങൾ കൂടി വെളിപ്പെടാനുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട ISIS-ന്റെ പ്രതിനിധി, മറ്റ് കാര്യങ്ങൾ, ഇയാൾ ഏതൊക്കെ ദൃശ്യങ്ങൾ കണ്ടാണ് അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലാണ് ഇയാൾ ISIS-മായി കൂടുതൽ അടുത്തത്, എങ്ങനെയാണ് സ്വാധീനം ഇയാളിലേക്ക് പോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടേണ്ടതുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം അമേരിക്കയിലെ ഒരു സാധാരണക്കാരനായ യുവാവ്, ഒരു കൗമാരക്കാരൻ, യുവാവ് എന്ന് പറയാൻ പോലുമായിട്ടില്ല, ഒരു കൗമാരക്കാരൻ അയാളുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള വീഡിയോകളിൽ നിന്ന് ISIS-ലേക്ക് ISIS-മായി അടുക്കുക, അവരുമായി ബന്ധം പുലർത്തുക എന്ന് പറയുന്നത് ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. റൈറ്റ്. അജയ് സുധാബിച്ചാണ് നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.